ഇന്ത്യയുടെ സംഗീത ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി കുഞ്ഞ് 7 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ സ്വന്തം കൊച്ചിക്കാരൻ. ഈ കൊച്ചിയിൽ നിന്ന് ഈ ഹിന്ദി റിയാലിറ്റി ഷോയിൽ പോയത് എങ്ങനെയാ? ഫസ്റ്റ് നമ്മൾ ഇത് നോക്കി, ഇത് കുഞ്ഞു പിള്ളേരുടെ ഷോ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പം ഈ ഷോ നല്ലതാ, ഇതിൽ പോവാം. എനിക്ക് മോഹൻലാൽ സാറിനെ കാണാൻ ആഗ്രഹം. അപ്പൊ അവന്റെ വലിയൊരു ആഗ്രഹമാണ് ലാലേട്ടനെ കാണുക എന്നുള്ളത്. ഈ വീഡിയോ ലാലേട്ടൻ കാണുവാണെങ്കിൽ ലാലേട്ടൻ വിളിക്കും. ലാലേട്ടൻ കാണുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ലാലേട്ടന്റെ വീട്ടിൽ വരും. ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? മ്യൂസീഷ്യനും സിംഗറും കമ്പോസറും ഒക്കെ ആവാനാ. പിന്നെ ഹിന്ദുസ്ഥാനി പഠിച്ച ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. ഇന്ത്യയുടെ സംഗീത ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി കുഞ്ഞ് 7 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ സ്വന്തം കൊച്ചിക്കാരൻ, സോണി സൂപ്പർ സ്റ്റാർ സിംഗർ 3-ലെ നമ്മുടെ എല്ലാ സ്വന്തം മലയാളികളുടെ അഭിമാനം വിന്നർ. നമസ്കാരം. നമസ്കാരം. എന്നാ ഉണ്ടോ വിശേഷം? സുഖം. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാന നിമിഷമാ. ഇതുപോലൊരു ട്രോഫി കിട്ടിയതിലേ നീ ഞങ്ങളുടെ എല്ലാ അഭിമാനമാണ്. എന്നാ തോന്നി ഈ നിമിഷത്തിൽ തോന്നുന്നു, ഞാൻ ഈ ട്രോഫി ഞാൻ ജയിക്കുന്നു പോലും പ്രതീക്ഷയില്ല. ഞാൻ പ്രാർത്ഥിച്ചു നിന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയതിന് പകരം നമ്മുടെ എൻ്റെയും മറ്റേ കൂടുള്ളവരുടെ നെയിം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ഇതായി, ഞാൻ ജയിച്ചു, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കരഞ്ചാച്ചും പറഞ്ഞ് എല്ലാവരും സന്തോഷമായി, ഞാനും സന്തോഷമായി, ഭയങ്കര ഇഷ്ടമായി. ഇന്ന് അഭിർഭവ് നമുക്ക് കൊണ്ട് തന്ന നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല കേട്ടോ. നിങ്ങളെല്ലാവരും എന്റെ സംസാരത്തിലുപരി നമ്മുടെ മച്ചാന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒരു പാട്ടങ്ങ് പാട്. ഓക്കെ. चांद छुपा बादल में, शर्मा के मेरी जाना, सीने से लग जा तू, बरखा के मेरी जाना, गुमसुम सा है, गुपचुप सा है, अब होश है, खामोश है, समा कुछ और है, हो चांद छुपा बादल में, शर्मा के मेरी जाना. ഒരു ഉമ്മ അടിപൊളി. ഞാൻ കേട്ടത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അമ്മയും അപ്പയും ചേച്ചിയുമാ. അമ്മയും ചേച്ചിയും അപ്പയാണ് ഭയങ്കര സപ്പോർട്ട്. അങ്ങനെ തമിഴ്നാട്ടിൽ ജനിച്ചു, കൊച്ചി സെറ്റിൽഡ് ആവുന്നു. ഈ കൊച്ചിയിൽ നിന്ന് ഈ ഹിന്ദി റിയാലിറ്റി ഷോയിൽ പോയത് എങ്ങനെയാ? പോയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇത് നോക്കി, ഇത് കുഞ്ഞു പിള്ളേരുടെ ഷോ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പം ഈ ഷോ നല്ലതാ, ഇതിൽ പോവാം. അങ്ങനെ ഓർത്തപ്പം ഞങ്ങൾ അങ്ങനെ കോൾ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വരാം, അങ്ങനെ വരാം. നമ്മൾ അഡ്രസ്സും എല്ലാം കൊടുത്ത് ശരിയാക്കി. പിന്നെ ഫസ്റ്റ് ഓഡീഷനിൽ പോയി, അതേ സെലക്റ്റായി. പിന്നെ സെക്കൻഡ് ഓഡീഷനിൽ പോയി, അതിൽ മെഡൽ കിട്ടി. പിന്നെ അവിടുന്ന് പിന്നെ ലാസ്റ്റ് വരെ എത്തിച്ച് നമ്മൾ വിന്നറായി. അങ്ങനെ ഈ ഓരോ സീസണിൽ പാട്ട് പാടുമ്പോഴും ഞാൻ ഗ്രാൻഡ് ഫിനാലെ വിന്നർ അടിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തോന്നിയിട്ടുണ്ട്. ചേച്ചി എപ്പോഴെപ്പോഴും ചോദിക്കാറുണ്ട്, നീ വിന്നറാവോ? അപ്പൊ ഞാൻ പറയും വിന്നറാവും. അപ്പൊ സ്കൂളിലൊക്കെ കുറെ ഫാൻസുകാരുണ്ട്. ഞങ്ങളുടെ മലയാളികളുടെ അഭിമാനമാണ് നീ. എന്തോ ഇപ്പം പ്രേക്ഷകരോട് പറയാനുള്ളൂ ഈ നിമിഷത്തില്? ഈ നിമിഷത്തിൽ എല്ലാവരും എന്നെ വോട്ട് ചെയ്യാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. അപ്പൊ എനിക്ക് വോട്ടിങ് എല്ലാവരും ചെയ്ത് എനിക്ക് കിട്ടി. അങ്ങനെ എനിക്കൊരു സന്തോഷമായി. എല്ലാവരും പറഞ്ഞു, എല്ലാം വോട്ടിങ്സും ഒക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഇവൻ 7 വയസ്സേ ഉള്ളെങ്കിലും ഉണ്ടല്ലോ, ഇവൻ അത് ഉമ്മ പറഞ്ഞ പുലിക്കുട്ടി കേട്ടോ. എടാ നിനക്ക് കിട്ടിയില്ല പിന്നെ ആർക്ക് കിട്ടാനാ? അടിപൊളി. ഒരു പാട്ടൂടെ. कोरा कागज था ये मन मेरा, लिख लिया नाम इस पे तेरा, सुना दांगन था जीवन मेरा, बस गया प्यार इस पे तेरा, तेरा, तेरा.
ഒന്നും പറയാനില്ല കേട്ടോ ഈ നിമിഷത്തിൽ. അങ്ങനെ അവിടുന്ന് കിട്ടിയ ഇതാണല്ലേ സമ്മാനം. ഇത് കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോ തോന്നിയ സന്തോഷം എന്തുവാടാ? കൈ തന്നെ കിട്ടിയപ്പോ എനിക്ക് അമ്മേനെ അച്ഛനെയും കൂടെ നോക്കിയപ്പോ അമ്മയും ചേച്ചിയും എല്ലാരും ഗ്രൂപ്പായിട്ട് നിൽക്കുക. ഇങ്ങനെ ഗ്രൂപ്പാക്കിട്ട് അപ്പൊ അച്ഛൻ പറയാ അത് കേട്ടപ്പോ പിന്നെ ഒരു കുളിരായിരുന്നല്ലേ. പിന്നെ ഞങ്ങൾ അങ്ങനെ അത് ട്രോഫി പിടിച്ച് പിന്നെ ഞാൻ സുഖമായിട്ട് രാവിലെ എണ്ണീറ്റ് കുളിച്ച് അങ്ങനെ നല്ല ഒരു ഹാപ്പി ആയിട്ട് ഒരുക്കും. ഇത് ആള് ഭയങ്കര ക്ഷീണത്തില കേട്ടോ. ഇന്ന് കൊച്ചിയിൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി വീട്ടിൽ വന്നേ ഉള്ളു, കഴിച്ചു പോലും ഇല്ല കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇന്റർവ്യൂ തന്നതിന് താങ്ക് യു. സംസാരിച്ചതില് എടാ ഇത്ര എനർജി എവിടുന്നാണ്, ആരിൽ നിന്ന് കിട്ടിയതാ? ആരിൽ നിന്ന് കിട്ടിയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ കയ്യിലൊരു ഇതൊരു ചൂടുണ്ടോ, ആ ചൂടിൽ നിന്ന് നമുക്ക് ഈ ആരോഗ്യം കിട്ടും. അങ്ങനെ രാവിലെ ജിമ്മിൽ പോയി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് വന്ന. ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ മ്യൂസീഷ്യനും സിംഗറും കമ്പോസറും ഒക്കെ ആവാനാ. പിന്നെ ഹിന്ദുസ്ഥാനി പഠിച്ച ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ജഡ്ജസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ടി വിയിലൊക്കെ കാണുകയും നമ്മൾ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നൊരു ജഡ്ജസാ. അപ്പൊ അവരൊക്കെ പാട്ട് കേട്ട് എന്തു പറഞ്ഞു? അവർ പാട്ട് കേട്ടിട്ട് നമ്മൾ പറയും നീ വണ്ടർഫുൾ. അപ്പൊ അവിടുത്തെ ഒരു ബുക്കമുണ്ട്, ആ ബുക്കം നമ്മൾ കിട്ടിയാൽ അത് നമ്മൾ ജയിക്കും. പിന്നെ നമുക്ക് മെഡല് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മെഡൽ എനിക്ക് 7 മെഡൽ 8 മെഡൽ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. 8 മെഡൽ കിട്ടിയിട്ടുണ്ട്. 8 മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 8 മെഡൽ കിട്ടിയും ഒരു ട്രോഫിയും കൂടെ കിട്ടി, പിന്നെ അവാർഡ്സും കിട്ടി. അങ്ങനെ ഞാൻ വിന്നറായപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരു എല്ലാവരും ചെയ്തും എല്ലാവർക്കും നന്ദി. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ സ്റ്റേജും ആളുകളും അല്ലെ പാടുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ? എല്ലാവരും ഒക്കെ പാടുമ്പോഴും നമ്മൾ ഫസ്റ്റ് തന്നെ അവരുടെ ഒരു വർത്താനവും ഒരു ചിരിയൊക്കെ വരുമ്പോൾ എനിക്കും കൂടെ ഒരു എനിക്കൊരു ചിരിക്കാൻ വരും. എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ കോമഡി പറയുമ്പം എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. അപ്പോൾ ഹിന്ദിയിൽ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ചിരിച്ചു പോകും. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കോമഡിയാണ്. പിന്നെ അവിടെ ആങ്കറും പിന്നെ നേഹ മാമും ക്യാപ്റ്റൻസും എല്ലാവരും ചിരിച്ചു പറയും. അവരെല്ലാം നമ്മളെ നല്ലപോലെ കംഫർട്ട് ആക്കും അല്ലേ? അതെ. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ചേച്ചി പാട്ടുകാരിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ? ശരിയാ, ചേച്ചി പാട്ടുകാരിയാണ്. ഫസ്റ്റ് തൊട്ട് 2008 തൊട്ട് തുടങ്ങിയതാണ് പാട്ട് പഠിക്കാനും ഇതെല്ലാം തുടങ്ങി. പിന്നെ അങ്ങനെ ഇപ്പോൾ വരെ ഇങ്ങനെയൊക്കെ ആയി. നല്ല രസമുണ്ട്. ഈ കുഞ്ഞു പാട്ടൊക്കെ പാടുമ്പോൾ ചേച്ചി തിരുത്തുവോ? അത് അങ്ങനെ പാടിയേ ശരിയാകും എന്നൊക്കെ പറഞ്ഞു? അങ്ങനെ തിരുത്താറുണ്ട്. ഇതിങ്ങനെയാണ്, ഇതങ്ങനെയാണ്, പിന്നെ നോട്ട്സ് നോക്കണം. അങ്ങനെ എന്നെ വിന്നറാക്കി സപ്പോർട്ടാക്കി ചെയ്ത്. അപ്പൊ ഇന്ന് ഈ ട്രോഫിയുടെ പിന്നില് കുഞ്ഞും അമ്മയും പപ്പയും ചേച്ചിയും എല്ലാം ഉണ്ട്, പ്രേക്ഷകരും ഉണ്ട് അല്ലേ? അത് വലിയ സന്തോഷമാണ്. ഇനി അപ്പം പറഞ്ഞു എന്റെ സ്വപ്നം എന്ന് പറഞ്ഞ കമ്പോസർ ആവുക, മ്യൂസീഷ്യൻ ആവുക, ഇതൊക്കെയാണ് സ്വപ്നം എന്ന് പറഞ്ഞു. ഈ പഠിച്ച സ്കൂളിൽ പോയോ? പഠിച്ച സ്കൂളിൽ നമ്മൾക്കിപ്പം അഡ്മിഷൻ എടുക്കാനുണ്ട് 2ാമത്തെ ക്ലാസ്സിൽ. അപ്പം അതിന് അഡ്മിഷൻ എടുക്കണം. അങ്ങനെ ഈ പഠിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? പഠിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ട്. പക്ഷെ സ്കൂളിൽ ഇതുവരെ പോയിട്ടില്ല. 7 മാസം വരെ അവിടെ നിന്നാണ് മുംബൈയിൽ. 7 മാസം അവിടെ മുംബൈയിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് മുംബൈയിൽ നിന്ന് തിരിച്ചു പോകുന്നതല്ല. അങ്ങനെ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി വിന്നറായി. പിന്നെ തിരിച്ചൊരു സന്തോഷമായി. പിന്നെ അങ്ങനെ സന്തോഷത്തിൽ വീട്ടിൽ വന്ന് എല്ലാം ഒരു കാര്യം നല്ല രസമുണ്ട്. ഇപ്പൊ ഈ ഒരു ട്രോഫി എന്ന് പറയുന്നത് ഹിന്ദി റിയാലിറ്റി ഷോയില് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ട്രോഫിയാണ്. എന്തുകൊണ്ട് മലയാളം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തില്ല? നമ്മൾ മലയാള റിയാലിറ്റി ഷോ ഇതിന് മുന്നേ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ടോപ്പ് സിംഗർ സീസൺ 3 പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ട് ഇടയ്ക്ക് ഞാൻ ക്വിറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് പറ്റുന്നില്ല. കുറേ ദിവസം അങ്ങനെ നിന്ന് അങ്ങനെ ക്വിറ്റ് ചെയ്ത് പോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഞാൻ ഫൈനലിൽ വന്നായിരുന്നു. ഫിനാലേക്ക് വന്നപ്പം ഞാൻ അവരൊക്കെ കണ്ട് എല്ലാവരും കണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കുറേ ആൾക്കാർക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ കണ്ട് ഫൈനലിൽ വിന്നറായി. അങ്ങനെയൊക്കെ തിരിച്ചു വന്നു. ഈ വിന്നറായെന്ന് അറിഞ്ഞപ്പോ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് എന്തോ പറഞ്ഞു? ഫ്രണ്ട്സ് അല്ല, കുറേ മ്യൂസീഷ്യൻ വിളിച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ കണ്ട് ഡയറക്ടർ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ വിളിക്കാൻ തുടങ്ങി. ഒരുപാട് വിളിക്കാൻ തുടങ്ങി അങ്ങോട്ട്. ഇപ്പൊ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മ്യൂസീഷ്യൻ കുറെ ആൾക്കാർ നമുക്ക് കാണുമല്ലോ. അങ്ങനെ കണ്ടവരുണ്ടോ? ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? കാണാൻ ആഗ്രഹമുള്ളത് എനിക്ക് മോഹൻലാൽ സാറിനെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അവന്റെ വലിയൊരു ആഗ്രഹമാണ് ലാലേട്ടനെ കാണുക എന്നുള്ളത്. ഈ വീഡിയോ ലാലേട്ടൻ കാണുവാണെങ്കിൽ ലാലേട്ടൻ വിളിക്കും. ലാലേട്ടനോട് തന്നെ പറഞ്ഞു കാണുന്നുണ്ടെങ്കിൽ. ലാലേട്ടൻ കാണുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ലാലേട്ടന്റെ വീട്ടിൽ വരും. അപ്പം ഒത്തിരി നേരം നമ്മോട് സംസാരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് കൂടെ. ഓക്കെ.
എന്റെ മോനെ, എടാ നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോളേ തൊണ്ട ശ്രദ്ധിക്കണ്ടേ? തൊണ്ട ശ്രദ്ധിക്കണം, ഒന്നും കഴിക്കാതിരിക്കണം. പിന്നെ ഇത് മറ്റേ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാൽ നമ്മളെ തൊണ്ട ഇടും, പിന്നെ പാടാനൊന്നും പറ്റത്തില്ല. അപ്പൊ നിനക്ക് ആഗ്രഹമൊന്നുമില്ലായിരുന്നു ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണം എന്നൊന്നോ? പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഇന്റർവ്യൂവിൽ പോയായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കഴിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ ഫൈനൽ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ പാടി കഴിഞ്ഞ തൊണ്ട പോയാൽ നമ്മൾ ഈ ട്രോഫി പോലും കിട്ടാൻ പോകുന്നില്ല. അതുപോലെ അങ്ങനെ കഴിച്ചായിരുന്നു നമ്മൾ പാടി ട്രോഫി. ശരിക്കും ഭയങ്കര കഷ്ടപ്പാടാ. ഞാനും എൻ്റെ ക്യാമറമാനും ഇന്ന് ഈ വീട്ടിൽ വന്നപ്പം തന്നെ അമ്മ ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് തന്നു. ആ വെള്ളം ഇവൻ മേടിക്കുന്ന നേരത്ത് അമ്മ പറയാം, അയ്യോ ചൂടുവെള്ളം കുടിച്ചാൽ മതി എന്ന്. ഭയങ്കര കഷ്ടപ്പാടല്ലേ? അപ്പൊ ഈ ട്രോഫിയിൽ വലിയ കഷ്ടപ്പാടുണ്ട്. എത്ര നാളെ കഷ്ടപ്പാടുണ്ടായിരുന്നു? ഒരു 7 മാസം ഇവിടെ കഷ്ടപ്പെട്ട് അച്ഛൻ്റെ കൂടെ ഫസ്റ്റ് വന്ന്, സെക്കൻഡ് അമ്മ വന്ന്, ചേച്ചിയും വന്ന്, പിന്നെ എല്ലാവരും ഉടങ്ങി സെറ്റിലായി ഇവിടെ. പിന്നെ ഇവിടെ സെറ്റിലായി, ഫൈനലായി. പിന്നെ അങ്ങനെ ആദ്യ റിയാലിറ്റി ഷോയിൽ വന്ന സമയത്ത് എത്ര പേര് മത്സരിക്കാനുണ്ടായിരുന്നു? ഫസ്റ്റ് ആദ്യ ഓഡീഷൻ വന്നപ്പം 15 തൊട്ട് ഞാൻ ലാസ്റ്റ് വരെ വിന്നറായതാണ്. അതായത് കേറിയ സമയത്ത് 15 പേരുണ്ടായിരുന്നു മത്സരിക്കാൻ. പിന്നെ ഈ കപ്പ് നമ്മളങ്ങ് തൂക്കി. അത്രേ ഉള്ളൂ. ഇപ്പം ഒരുപാട് പാട്ട് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പാടുന്നുണ്ട്. എന്നാലും നിനക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന അല്ലെ എനിക്ക് എന്നും പാടാൻ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതായിരിക്കും? കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ കുറേ പാട്ടുണ്ട്. ഒരു മലയാളം പാട്ട്, ഹിന്ദി പാട്ട്, മറ്റേ ഹിന്ദി പാട്ടിന്റെ ന്യൂ, ഇതെല്ലാ പാട്ടും എനിക്കിഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഏത് പാട്ട് സമർപ്പിക്കും? ഞാൻ ഇപ്പൊ പാടാം. मेरे रंग में रंगने वाले परी हो या हो परियों की रानी या हो मेरी प्रेम कहानी मेरे सवालों का जवाब दो ना. അപ്പം ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നീ അടിച്ച് കേറി വാ. നമ്മൾ മലയാളികൾ ഒന്നടങ്കം നിന്റെ കൂടെ തന്നെ കാണും. അപ്പൊ ഇന്ന എല്ലാവിധ ആശംസകളും. താങ്ക് യു.